നമസ്കാരം. നമ്മൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം ടേംസ് കേൾക്കാറുണ്ട്. അതിലൊരു ടേമാണ് ഈ ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. ബ്രാൻഡ് സ്റ്റോറി എന്താണ് ഈ ബ്രാൻഡ് സ്റ്റോറി? പലപ്പോഴും ബ്രാൻഡ് സ്റ്റോറിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബ്രാൻഡിൻ്റെ ചരിത്രം, ആ ബ്രാൻഡ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്ന് ആ രീതിയിലാണ് പലരും ധരിച്ചിട്ടുള്ളത്. ആ ധാരണ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ശരിയായ ധാരണ ഏതാണ്? എങ്ങനെ ഒരു ബ്രാൻഡ് സ്റ്റോറി നമുക്ക് നിർമ്മിക്കാം? ആ ബ്രാൻഡ് സ്റ്റോറി നിർമ്മിക്കുന്നത് കൊണ്ട് ശരിക്കുമുള്ള ബെനിഫിറ്റ് എന്താണ്? ഓൺടർപ്രണേഴ്സിന് എന്ത് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ ബ്രാൻഡിന് എന്ത് ബെനിഫിറ്റാണ് ലഭിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. കൂടെ ജീവനുണ്ട്. ജീവൻ, നമസ്കാരം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് ഈ ബ്രാൻഡ് എങ്ങനെ ഇവോൾവ് ചെയ്തു, അതിൻ്റെ ആ ഒരു മൈൽ സ്റ്റോൺസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ആ ഒരു സ്റ്റോറി ആണെന്നുള്ള ധാരണ പലർക്കും ഉണ്ട്. ഈ ധാരണ ശരിയാണോ തെറ്റാണോ? പൂർണ്ണമായിട്ടും ശരിയല്ല, പൂർണ്ണമായിട്ടും തെറ്റുമല്ല. അതായത് നമ്മൾ എസ്പെഷ്യലി ബ്രാൻഡിങ്ങിൻ്റെ പല ടേംസും വളരെ കൺഫ്യൂസിങ് ആണ്. ബ്രാൻഡിങ്ങിൻ്റെ ടേം തന്നെ കൺഫ്യൂസിങ് ആണ്. ബ്രാൻഡ് അവയർനെസ്, ബ്രാൻഡ് സ്റ്റോറി, ഇതൊക്കെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസാണ്. അപ്പം ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, നമ്മളെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിൻ്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ ഒരു മീറ്റിംഗ് ഇരുന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റോറിയാണെന്നുള്ളതാണ് പറയാം. അപ്പം പൂർണ്ണമായിട്ടും അതല്ല, പക്ഷേ ഈ ബ്രാൻഡിൻ്റെ ഹിസ്റ്ററി അതിലൊരു ഘടകമായിരിക്കാം. അപ്പം ഒരു ബ്രാൻഡ് സ്റ്റോറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും ഫീലിങ്സും ഒക്കെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു നെറേറ്റീവിനാണ് നമുക്ക് ഒരു ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലാംബോർഗിനിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആഡ് ഉണ്ട്. ആഡ് ഇങ്ങനെയാണ്, നമുക്കൊന്ന് നറേറ്റ് ചെയ്ത് പറയാം. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടോയ് ഷോപ്പ്, നമ്മൾ സിജു കണ്ടിട്ടുണ്ടാവും. ടോയ് ഷോപ്പിലേക്ക് ഇവർ ഹിഡൻ ക്യാമറ വെക്കുകയാണ്. എന്നിട്ട് പല കുട്ടികളും വന്നിട്ട് അവിടുത്തെ ടോയ് കാർ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും വന്ന് ചോദിക്കുന്നത് ലാംബോർഗിനിയുടെ കാറാണ്. അപ്പോൾ അവിടുത്തെ കടക്കാരൻ പറയാൻ അത് തീർന്നു പോയി, നമുക്ക് വേറൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ എടുത്ത് കൊടുക്കും. അത്തരത്തിൽ പല രീതിയിൽ അവർ ഇതിനെ പറയുന്നു. അപ്പോൾ അവരത് വാങ്ങിച്ചിട്ട് പോകുന്നു. ഫൈനലി ഒരു പയ്യൻ വരുന്നു ഇതിനകത്ത്. പുള്ളി പറയും എനിക്ക് ലാംബോർഗിനി തന്നെ വേണം. അവൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ ഇയാൾ മൈക്കെടുത്ത് പറയാം വി ഗോട്ട് ഹിം എന്ന് പറഞ്ഞിട്ട് ഇതാക്കും. അപ്പം പുറത്ത് നമ്മുടെ ലാംബോർഗിനിയുടെ കമ്പനി ഡ്രൈവർ ഒറിജിനൽ ലാംബോർഗിനി എടുത്തുകൊണ്ട് വന്നിട്ട് പയ്യനെ കൂട്ടി അതിനകത്ത് കയറ്റി എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു ആഡാണ്. അപ്പം അത് ലാംബോർഗിനി റിയൽ ലവർ എന്ന് മറ്റേ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആഡ് വളരെ ഒരു 2 മിനിറ്റോ മറ്റുള്ള ഒരു ആഡാണ്. അതിനകത്ത് എവിടെയും ഈ കാറിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവർ സംസാരിക്കുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു സാധനം. സമയത്ത് ആൾക്കാർ എന്തുകൊണ്ട് ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു വൈ എലമെന്റ് അല്ലേ, ആ വൈ എലമെന്റ് പോലും പറയുന്നില്ല. ഇവർ ആ ഒരു കണക്ഷൻ അതിനകത്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇമോഷനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു നറേറ്റീവാണ്. ഒരു ചെറിയ എക്സാമ്പിളാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിള് ചെയ്തൊരു ക്യാമ്പയിനായിരുന്നു. നമ്മളെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അവർ ഗൂഗിൾ ഫൈബർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മുമ്പ് ചെയ്തൊരു ഇതായിരുന്നു, അവിടുത്തെ ഓട്ടോ ഓടിക്കുന്ന ഒരു സ്ത്രീ അവരുടെ മകള് ഇവിടെ വന്നിരുന്ന് പഠിച്ചിട്ട് അവർ സക്സസ്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ പഠിച്ചിട്ട് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റോറി പറയുകയാണ്. ബ്രാൻഡല്ല പറയുന്നത്, കസ്റ്റമറാണ് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ കൺസ്യൂമറോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ നറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്ന ആ ഒരു നറേറ്റീവ് നമുക്ക് ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ജീവൻ, അതായത് നമ്മൾ ബ്രാൻഡ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ചരിത്രമാവാം ബ്രാൻഡിൻ്റെ, പക്ഷേ ബ്രാൻഡ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു ഫിലോസഫി, ആ ഫിലോസഫിയെ കണക്ട് ചെയ്യുന്ന, ഇപ്പോൾ ലംബോർഗിനി എന്ന് പറയുന്നത് ആൾക്കാർക്ക് അതിനോടുള്ളൊരു എന്തോ ഒരു എക്സ് എലമെൻ്റ് ആണ്, നമുക്ക് പറയാൻ കഴിയാത്തൊരു എലമെൻ്റ് ആണ്, അതുമായി നമ്മൾ അടുപ്പിക്കുന്നത്. അത്തരത്തിൽ ബ്രാൻഡ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആ ഒരു ഫിലോസഫിയെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി നമ്മൾ ബിൽഡ് ചെയ്യുക. ഉദാഹരണത്തിന് എനിക്കത് മാമ എർത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിൻ്റെ ഒരു പ്രോഡക്റ്റാണിത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, കോസ്മെറ്റിക് ബ്രാൻഡാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ ചെയ്യുന്ന പ്രോഡക്റ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ്, പക്ഷേ ഇത് ഓർഗാനിക് ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷൻസും എല്ലാം നമുക്ക് ഓർഗാനിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാമ എർത്ത് എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ ഒരു മാതൃഭൂമി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പം ഓർഗാനിക് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവരുടെ ബ്രാൻഡ് സ്റ്റോറിയിൽ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവരുടെ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നൊരു കാര്യം, എനിക്കൊരു മെയിൽ അയക്കും. ആ മെയിലിനകത്ത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ ഞങ്ങളൊരു മരത്തൈ നടുകയാണ് എന്ന് പറഞ്ഞൊരു മരത്തൈ നടും. എന്നിട്ട് ആ മരത്തൈയുടെ ഫോട്ടോ
പ്ലസ് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ, നോർത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും, ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അടക്കം നമുക്കത് അയച്ചു തരും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അതൊരു നറേഷൻ പോലെയാണ്, ഒരു സ്റ്റോറി പോലെയാണ് നമുക്കത് അയച്ചു തരുന്നത്. ഇത് കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഞാൻ ഡെഫിനറ്റ്ലി അത് ഞാൻ ഷെയർ ചെയ്യും, ഞാനതിന് സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യും. എനിക്ക് വീണ്ടും ഈ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് തോന്നും. ഇതുമായിട്ടൊരു മെൻ്റൽ കണക്ഷൻ എനിക്കുണ്ടാവും. സോ അവരവിടെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്, നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഇതിൽ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തില്ല, കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്ലസ് ഇവർ നാച്ചറിനെ, എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പേരിൽ അവരൊരു മരത്തൈ നടുകയാണ്. എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട് അല്ലെ, നേച്ചർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്. ഇതല്ലേ ശരിക്കും ഒരു ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അല്ല നമ്മളൊരു കഥ പറയാന്നുള്ളത് മാത്രമല്ല പറയുന്നത്. അതിനകത്ത് ഇതേ കാര്യം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അയാളത് ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു... ഇപ്പം ഞാനൊരു കഥ പറഞ്ഞു ഇതിനെ കുറിച്ചിട്ട്. ഈ കഥ അവർ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയുള്ള കഥയാണ്. ഇത്തരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ബ്രാൻഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്യാം. ചില കമ്പനികൾ ഇപ്പം വളരെ പണ്ട് തൊട്ടേയുള്ള പല കമ്പനികൾ അതിൻ്റെ ഹിസ്റ്ററി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ക്വാളിറ്റി ഒരു ഫാക്ടർ ആയിരിക്കാം. നമ്മുടെ ഇൻസ്റ്റോർ എക്സ്പീരിയൻസ്, ചില ബ്രാൻഡുകൾ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ അതിൻ്റെ പർപ്പസ്, ഇത് പറഞ്ഞ പോലത്തെ വാല്യൂസും പർപ്പസും ഒക്കെ വരാം. ലൊക്കേഷൻ ഒരു സ്റ്റോറിക്ക് ഒരു മാറ്റർ ആക്കി. ഇപ്പം മുംബൈയിലൊക്കെ വളരെ പണ്ട് തൊട്ടുള്ള ട്രഡീഷണലായിട്ട് ലാഹോറിലൊക്കെയുള്ള ഗൂഗിളിൻ്റെ അതുപോലത്തെ ഒരു ആഡുണ്ട്. ലാഹോറിനെയും പാർട്ടീഷൻ സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് 2 ഫ്രണ്ട്സ് അപ്പുറപ്പുറമായി പോകുന്നു. അവസാനം ഇവർ കുറേ വർഷത്തിന് ശേഷം ഇവരെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ട് ഇവരെ കൊച്ചുമകൻ അവിടെയുള്ള ആളെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അവർ പിന്നെ മീറ്റ് ചെയ്യുന്നു. അത് അത്തരത്തിൽ അവരൊരു ഇമോഷണൽ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ ട്രഡീഷണൽ ആഡ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വൺ വേ ഫ്ലോ ആണ്. നമുക്ക് പറയാനുള്ള അങ്ങോട്ട് കസ്റ്റമറോട് അല്ലെങ്കിൽ കൺസ്യൂമറിനോട് പറയുന്നു. പക്ഷേ ഇവിടെ നമുക്കൊരു 2 വേ കോൺവെർസേഷൻ പോലെയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി അവരുടെ ഫോളോവേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തൊരു ഘടകമാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നൈക്കി അങ്ങനെ ചെയ്യുന്ന ഒരുപാട്, കാരണം അവരെ ആഡ്സൊക്കെ നോക്കി അറിയാം. അത്ലറ്റ്സിനെ വെച്ചുകൊണ്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ആഡ്സ് ആണ് അവർ കാണാൻ. അല്ലാണ്ട് ഒരിക്കലും ഇത് അടിപൊളി ഷൂ ആണ്, ഇതിന് അതുണ്ട് ഇതുണ്ട് എന്നല്ല അവർ പറയുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നമ്മുടെ ആപ്പിളിൻ്റെ പഴയ ക്രേസി വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ്. പണ്ട് സ്റ്റീവ് തിരിച്ചു വന്ന സമയത്ത് അവർ ഇറക്കിയ ഒരു ആഡാണ്. ഹിയർ ഇസ് ദ ക്രേസി വൺ, ദ മിസ്ഫിറ്റ്സ്, ദ റബിൾസ് എന്ന് പറഞ്ഞാൽ അവരെ വാല്യൂവിനെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് പിക്കാസോ ഐൻസ്റ്റൈനൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ദ ക്രേസി വൺസ് ആഡ് എന്ന് അടിച്ചുകൊണ്ട് കിട്ടും. അതൊരു കാര്യമാണ്. പിന്നെ ഗോപ്രോൻ്റെ അത്തരത്തിലുള്ള അവർ ഒരാൾ ഒറ്റയ്ക്കൊരു മലമുകളിലൊക്കെ പോയിട്ട് അവിടെ ടെൻ്റ് അടിച്ച് താമസിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അത് ഷെയർ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബ്രാൻഡുമായിട്ട് ഒരു ഇൻസ്പയറിങ് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത് നമ്മൾ തന്നെയോ കസ്റ്റമറോ ഷെയർ ചെയ്യുന്ന സ്റ്റോറീസിനൊക്കെ കൂടി നമുക്കൊരു ബ്രാൻഡ് സ്റ്റോറി എന്ന ടേം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്ഥാപനത്തിൽ ഒരു ബ്രാൻഡ് സ്റ്റോറി മാത്രമായിരിക്കില്ല ഉണ്ടാവുന്നത്. അത് കാലങ്ങൾക്കനുസരിച്ചിട്ട് ആ സ്റ്റോറി മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു സീസണിൽ ഇന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അടുത്ത സീസണിൽ അവർ മറ്റൊരു വിഷയമായിരിക്കും. പക്ഷെ ബ്രാൻഡ് ഐഡന്റിറ്റി അവിടെ സെയിം ആയിരിക്കും, ആ ബ്രാൻഡിന്റെ ഔട്ട്ലുക്ക് സെയിം ആയിരിക്കും. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന തീം വ്യത്യസ്തമായിരിക്കും, അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റോറിയും വ്യത്യസ്തമായിരിക്കും. അവർ കഥ പറയല്ല അവർ ചെയ്യുന്നത്, നമ്മളൊരു കഥ അവരങ്ങ് ഇൻജെക്ട് ചെയ്താണ് ചെയ്യുന്നത്. അത് കഥ പറഞ്ഞുകൊണ്ടല്ല അവർ ഇൻജെക്ട് ചെയ്യുന്നത്. അതെ, അതിൽ എല്ലാവരും എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നമ്മൾ ആപ്പിളും ഗൂഗിളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലൊരു കമ്പനി, നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ജ്വല്ലറിയാണ്, കല്യാൺ ജ്വല്ലറി ആണെന്ന് തോന്നുന്നു, ഒരു ട്രാൻസ്ജെൻഡറിനെ മറ്റേ വെച്ചിട്ട് ഭീമ ജ്വല്ലറി. ഒരു ബസ്സിൽ കയറുന്നു, അപ്പം ആ കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പം അമ്മ ആ ഒരു സംഭവം ആ ആഡ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പം നമ്മുടെ നാട്ടിൽ ബ്രാൻഡ് ചെയ്തൊരു ആ ഒരു ആഡ്സിനകത്ത് എവിടെയും സ്വർണത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ഷൻ, ഒരു ഇമോഷണൽ ഒരു വാല്യൂ ഷെയർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള സ്റ്റോറി ആയിരുന്നു. പലപ്പോഴും നമ്മൾ ഈ ഇത്തരം ബ്രാൻഡുകളെ കുറിച്ച് പറയാൻ കാര്യം ഇത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ്. നമ്മൾ എനിക്കറിയാവുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു ബ്രാൻഡുണ്ട്, അവർ അങ്ങ് പബ്ലിസിറ്റി ഒന്നുമില്ല, അവരെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഇത്തരം ബ്രാൻഡുകളെ കുറിച്ച് പറയുന്നത്. നെസ്കഫെ അതിന് മറ്റൊരു എക്സാമ്പിളാണ്. കാരണം അവർ ഓരോ സീസണിലും അവർ ഓരോ തീം എടുത്തുകൊണ്ട് ആ തീം വെച്ചിട്ടാണ് അവർ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെസ്കഫേനെ കുറിച്ചൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഈ ബ്രാൻഡ് സ്റ്റോറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെയാണ് ലേസ്.
ലേസ് പൊട്ടേറ്റോ ചിപ്സ്, അവരും ഇത്തരത്തിൽ പല പല തീം വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്, പല പല സ്റ്റോറീസ് അവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന ആ ഇമോഷൻ പലപ്പോഴും അതൊരു കഥാരൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്, ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മീൻസ് കയറത്തില്ല. കാരണം ആൾക്കാർക്ക് കഥകളിലൂടെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ എലമെൻറ്റ്സും നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ കഴിയും. നമുക്ക് ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഈ ബ്രാൻഡിൻ്റെ ഇമോഷൻ ആയിരിക്കും, ഈ ബ്രാൻഡിൻ്റെ തീമായിരിക്കും. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല, അത് വളരെ പണിപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഓരോ എലമെൻറ്റ്സും നമ്മൾ ആ കോർ സ്റ്റോറിയുമായിട്ട് ആൾക്കാരുടെ ഇമോഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയണം. ആൾക്കാർ എന്ത് ചിന്തിക്കണം എന്നുള്ള ആ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് ബ്രാൻഡ് സ്റ്റോറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രാൻഡ് സ്റ്റോറി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാത്ത തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അതും മാറ്റാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് സിജു രാജൻ സൈനിങ് ഓഫ് ആൻഡ് ജീവൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.